പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപ്രസംഗത്തിന്റെ പേരാണ് പാഴാക്കരുതേ അവസരങ്ങൾ. മനുഷ്യ ജീവിതം സുന്ദരവും അതിന്റെ ദൈർഘ്യം നിഴലിന് തുല്യവുമാണ്. ആയതിനാൽ തന്നെ അത് ലഭിക്കുന്ന അവസരങ്ങളും വളരെ കുറവായിരിക്കാം. ദൈവം നൽകിയിടുന്നതാ അവസരം പാഴാക്കി പോയിടല്ലേ. ദൈവം നൽകിയിടുന്നതാ അവസരം പാഴാക്കി പോയിടല്ലേ. പൂപോലെ വാടിയിടുന്ന മനുജാ നിൻ ജീവിതം പാഴാക്കല്ലേ. പൂപോലെ വാടിയിടുന്ന മനുജാ നിൻ ജീവിതം പാഴാക്കല്ലേ. അതാ അങ്ങകലെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ എത്തിയ സൂര്യനെ വിഴുങ്ങുവാൻ കടൽ തയ്യാറെടുക്കുന്നു. അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്ന പ്രകാശ രശ്മികളെ കീറി മുറിച്ചുകൊണ്ട് ആ കാർ മുന്നോട്ടു പാഞ്ഞു. റോഡരികിൽ നാട്ടിയിരിക്കുന്ന ദിശാസൂചിയിൽ ഇനി ഹോസ്റ്റലിലേക്ക് 200 മീറ്റർ എന്ന കണ്ടപാടെ ഡ്രൈവർ ആക്സിലേറ്ററിൽ നിന്നും പതിയെ കാൽമാറ്റി. ആ കാർ അതാ ഹോസ്റ്റലിന്റെ മുഖ്യ കവാടത്തിലൂടെ അകത്തേക്ക് കടന്ന് പാർക്കിംഗ് ഏരിയ ലക്ഷ്യമാക്കി നീങ്ങുന്നു. തിര തെള്ളിയ വിഷമം ഉള്ളിലൊതുക്കി അവളും അവളുടെ മാതാപിതാക്കളും സാവധാനം പുറത്തേക്കിറങ്ങി. അവൾ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതാണ് നമ്മുടെ കഥയിലെ നായിക, വയനാട്ടുകാരൻ തോമാച്ചന്റെ ഏക മകൾ എസ്തേർ. നല്ല ദൈവഭയമുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു. അവളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം: അവൾ ഭവനത്തിൽ മാതൃകയാണ്, അവൾ സഭയിൽ മാതൃകയാണ്, ആത്മാവിൻ ഫലങ്ങൾ നിറഞ്ഞൊഴുകിയിടുന്ന ക്രിസ്തുവിൻ സാക്ഷിയാണ്. അവൾ ഭവനത്തിൽ മാതൃകയാണ്, അവൾ സഭയിൽ മാതൃകയാണ്, ആത്മാവിൻ ഫലങ്ങൾ നിറഞ്ഞൊഴുകിയിടുന്ന ക്രിസ്തുവിൻ സാക്ഷിയാണ്. അതെ, സഭയിലും സഭയുടെ മറ്റ് ഇതര പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ ആക്റ്റീവായിരുന്നു എസ്തേർ. പഠിക്കാൻ മിടുക്കിയായിരുന്ന അവൾക്ക് അവളുടെ ആഗ്രഹം പോലെ ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് അഡ്മിഷനും ലഭിച്ചു. കാറിൽ നിന്നും ബാഗുകൾ എടുത്തുകൊണ്ട് അവളുടെ മാതാവ് അവളുടെ കാതിൽ പറഞ്ഞു: മോളെ എസ്തേർ, നീ ഇന്നു മുതൽ നമ്മുടെ വീട് വിട്ട് മാറി നിൽക്കാൻ പോകുകയാണ്. എപ്പോഴും ദൈവത്തെ ഭയപ്പെടണം. അവസരം കിട്ടുമ്പോൾ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് കൂട്ടുകാരോട് പറയാൻ മടിക്കരുത്. ദൈവസന്നിധിയിൽ നീ എടുത്ത തീരുമാനങ്ങളൊന്നും ഒരിക്കലും മറക്കരുത്. ഉപദേശസ്വരത്തിൽ അവളുടെ അമ്മ പറഞ്ഞു: യേശുവിൻ സാക്ഷിയാക നീ, യേശുവെ പോലെയാക നീ, യേശുവിൻ സ്നേഹം പകരു നീ, നിന്റെ ജീവിത പാതയിൽ യേശുവിൻ സ്നേഹം പകരു നീ, നിന്റെ ജീവിത പാതയിൽ. ശരി അമ്മേ, അമ്മ പറഞ്ഞ തീർച്ചയായും ഞാൻ അനുസരിക്കും. എസ്തേർ തലയാട്ടി സമ്മതിച്ചു. അവൾ എപ്പോഴും പാടാറുള്ള ആ പാട്ടിന്റെ വരികൾ മനസ്സിൽ അലയടിച്ചു. സ്വന്തം പ്രാണനെ യാഗമായി നൽകി സ്നേഹിച്ച എന്റെ യേശുവേ, അങ്ങേ വീട്ടെങ്ങും മറന്നിടില്ല ഓരോ നാളും ഞാൻ പ്രിയനേ, അങ്ങേ വീട്ടെങ്ങും മറന്നിടില്ല ഓരോ നാളും
കാണിച്ചു കൊടുത്ത് കൂടെ താമസിക്കുന്നവരെയൊക്കെയും പരിചയപ്പെടുത്തിയ ശേഷം വാർഡൻ തിരികെ പോയി. സ്നേഹ ഉപദേശങ്ങൾ നൽകി മാതാപിതാക്കളും തിരികെ വീട്ടിലേക്ക് മടങ്ങി. ഹോസ്റ്റൽ ജീവിതവുമായി പൊരുത്തപ്പെടാൻ അവൾ നന്നേ പാടുപെട്ടു. അപ്പനെയും അമ്മയും വിട്ട് അവൾ ആദ്യമായാണ് മാറി നിൽക്കുന്നത്. വിഷമിക്കാൻ ഒന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അവളുടെ കൂട്ടുകാരികൾ അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. വിഷമം ഉള്ളിൽ ഒതുക്കി അവൾ ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തി. വചനം അവൾക്ക് ആശ്വാസവും ആനന്ദവും പ്രദാനം ചെയ്തപ്പോൾ ഹൃദയ സന്തോഷത്തോടെ അവൾ പാടി, നിൻ വചനം ഏറെ ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയത്തിൽ സന്തോഷം സമ്പൂർണ്ണമാകും. നിൻ വചനം ഏറെ ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയത്തിൽ സന്തോഷം സമ്പൂർണ്ണമാകും. പഠനത്തിൽ മിടുക്കിയായിരുന്നു എസ്തർ. ടീച്ചേഴ്സിനും കൂട്ടുകാർക്കും വളരെ പ്രിയപ്പെട്ടവളായി മാറി. ധാരാളം കൂട്ടുകാർ അവൾക്കുണ്ടായിരുന്നു. എങ്കിലും കോളേജിലും ഹോസ്റ്റലിലും ഒന്നിച്ചായിരുന്ന ഗ്രീഷ്മ അവളായിരുന്നു എസ്തറിന്റെ അടുത്ത കൂട്ടുകാരി. അതെ, അവൾ ഒരു സുന്ദരിയായൊരു പെൺകുട്ടിയായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവർ വളരെ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. കളിയും തമാശയൊക്കെയായി വളരെ സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോയി. എല്ലാ കാര്യത്തിലും അവർ ഒരുമിച്ചുണ്ടാകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവ് പോലെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന എസ്തറിനെ കണ്ടിട്ട് ഗ്രീഷ്മ ചോദിച്ചു, എടോ എസ്തർ, എന്തിനാ നീ എപ്പോഴും ഈ പുസ്തകം വെറുതെ വായിച്ച് സമയം കളയുന്നത്? നമുക്ക് പുറത്തേക്ക് ഒന്ന് പോയി ഫ്രണ്ട്സുമായി ഒന്ന് കറങ്ങിയാലോ? ഇവിടെ ആകുമ്പോൾ വീട്ടുകാരോ ആരും കാണത്തുമില്ല, അറിയത്തുമില്ല. ജീവിതം ഇപ്പോഴല്ലേ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ എസ്തർ. ആരുമില്ല നമ്മെ കാണാൻ ആസ്വദിച്ചിടാം ലോകത്തിനിമ്പങ്ങൾ. ആരുമില്ല നമ്മെ കാണാൻ ആസ്വദിച്ചിടാം ലോകത്തിനിമ്പങ്ങൾ. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറഞ്ഞവൾ അവസരം കിട്ടിയപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്താതെ പതിയെ പതിയെ ക്ലാസ് കട്ട് ചെയ്തു പോലും കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ തുടങ്ങി. ഒടുവിൽ അവൾ ഫ്രണ്ട്സിന്റെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി പലതിനും അടിമയായി തീർന്നു. ഇപ്പോൾ അവളുടെ മനസ്സ് മന്ത്രിക്കുന്നത് ഇപ്രകാരമാണ്, ഇത്ര മധുരമാണ് ഈ ലോകവാസമെന്ന് രുചിച്ചു നോക്കുന്നതിൽ ഞാനെന്തേ വൈകിപ്പോയി. ഇത്ര മധുരമാണ് ഈ ലോകവാസമെന്ന് രുചിച്ചു നോക്കുന്നതിൽ ഞാനെന്തേ വൈകിപ്പോയി. ഇപ്പോൾ എസ്തറിന് ആരാധനയ്ക്ക് പോകാൻ പോലും സമയം കിട്ടാറില്ല. ബൈബിൾ കണ്ടിട്ട് തന്നെ ദീർഘനാളായി. എന്തിനു പറയുന്നു, പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും ഒക്കെ അവൾ ആകെ മാറി. എപ്പോഴും ഈ പാട്ടിന്റെ വരികൾ അവളുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ഈ ലോകം സുന്ദരമാണ്, ആരുമൊന്നും അറിയില്ലല്ലോ. ഈ ലോകം സുന്ദരമാണ്, ആരുമൊന്നും അറിയില്ലല്ലോ. ബോധിച്ചപ്പോൾ ജീവിച്ചാലും ഇവിടെല്ലാം അനുകൂലം. ബോധിച്ചപ്പോൾ ജീവിച്ചാലും ഇവിടെല്ലാം അനുകൂലം. ദിവസങ്ങൾ കടന്നുപോയി. ഓ, ഉപദേശിക്കാനായിരിക്കും. അമ്മയുടെ നമ്പർ
ഫോണിൽ തിളങ്ങിയപ്പോൾ എസ്തേറിന്റെ മനസ്സിൽ പറഞ്ഞു. സുഖവിവരങ്ങൾ ആരാഞ്ഞ ശേഷം അമ്മ ചോദിച്ചു, മോളെ എസ്തേർ, നിന്റെ ആത്മീയ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? പ്രാർത്ഥിക്കാനായി സമയം വേർതിരിക്കാറുണ്ടല്ലോ മോളെ. ദേഷ്യമുള്ളിൽ ഒതുക്കി അവൾ പറഞ്ഞു, അമ്മേ, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, നാളെ വിളിക്കാം. നിൽക്ക് മോളെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. അമ്മ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, മോളെ, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിനക്കൊരു അപകടം ഉണ്ടാകുന്നതായി ഞാനൊരു ദർശനം കണ്ടു. കുഞ്ഞേ, നീ ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മോളെ. അമ്മ പറഞ്ഞു നിർത്തി. അമ്മയ്ക്ക് എപ്പോ വിളിച്ചാലും ഉപദേശിക്കാനേ സമയമുള്ളൂ, നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ദൈവസന്നിധി നിന്ന് തൻ്റെ മകൾ എത്രയോ അകലെയാണ് എന്ന് മനസ്സിലാക്കിയ ആ മാതൃഹൃദയം വേദനയോടെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. മനവേദനയാൽ തേങ്ങുന്നു പൈതലിനെ ഓർത്തിടുമ്പോൾ, കോപിച്ചിടല്ലേ പ്രിയനേ, ഏഴയെ നീ ഓർത്തിടണേ. കോപിച്ചിടല്ലേ പ്രിയനേ, ഏഴയെ നീ ഓർത്തിടണേ. അമ്മയുടെ ഉപദേശമൊന്നും എസ്തേറിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ചില ദിവസങ്ങൾക്കു ശേഷം പതിവ് പോലെ രാവിലെ കോളേജിലേക്ക് ബസ് യാത്രയിൽ മുൻസീറ്റിലിരുന്ന് എസ്തേറും ഗ്രീഷ്മയും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. അതിനിടയിൽ എതിർദിശയിൽ നിന്നും നിയന്ത്രണം വിട്ട് ഒരു ലോറി തങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നത് കണ്ട ഗ്രീഷ്മ അലറി വിളിച്ചു. സെക്കൻഡുകൾ വേണ്ടി വന്നില്ല, അതൊരു കൂട്ട നിലവിളിയായി മാറി. ആളുകൾ ഓടിക്കൂടി. അപകടത്തിൽപ്പെട്ടവരെയും കൊണ്ട് സമീപത്തെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസുകൾ ലക്ഷ്യമായി പാഞ്ഞു. എന്നാൽ എസ്തേറിനോട് ഒരു വാക്കുപോലും യാത്ര പറയാതെ അവൾ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതേ പ്രിയമുള്ളവരെ, ബാംഗ്ലൂർ നഗരത്തെ സങ്കടത്തിലാഴ്ത്തിയ ആ അപകടത്തിൽ മരിച്ച 17 പേരിൽ എസ്തേറിന്റെ പ്രിയ സ്നേഹിത ആയ ഗ്രീഷ്മയും ഉണ്ടായിരുന്നു. നിശ്ചയം നാം പോയേ തീരൂ, മരണത്തിൻ താഴ്വരയിൽ. നിശ്ചയം നാം പോയേ തീരൂ, മരണത്തിൻ താഴ്വരയിൽ. വേണ്ട എന്നു ചൊല്ലിടുവാൻ ഭൂവിലാർക്കും സാധ്യമല്ല. വേണ്ട എന്നു ചൊല്ലിടുവാൻ ഭൂവിലാർക്കും സാധ്യമല്ല. ആ അപകടത്തിൽ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ച എസ്തേർ വേദന സംഹാരികളുടെ കാഠിന്യത്താൽ മയങ്ങിക്കിടക്കവേ അവൾ കണ്ട സ്വപ്നത്തിൽ യഥാർത്ഥമാണോ എന്ന് തോന്നിക്കുമാറ് ഗ്രീഷ്മയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു. എസ്തേർ, എസ്തേർ, ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ട് എന്നോട് ഈ ദൈവത്തെക്കുറിച്ച് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? പലതവണ നാം ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ തെരുവുകളിലും സുവിശേഷ യോഗങ്ങളിലും പലരും വിളിച്ചു പറഞ്ഞ മരണാന്തര ജീവിതവും നരകവുമൊക്കെ സത്യമാണെന്ന് നീ അറിഞ്ഞിട്ടും ധാരാളം അവസരം ഉണ്ടായിട്ട് പോലും യേശു ആണ് ഏക സത്യ ദൈവമെന്നോ മരണത്തിന് ശേഷം ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമെന്നോ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? നീ ഇത്രയും നാൾ എന്നെ സ്നേഹിക്കുകയല്ലായിരുന്നു, നീ എന്നെ ചതിക്കുകയായിരുന്നു. നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്തിന് ഈ പരമ യാഥാർത്ഥ്യം എന്നോട് മറച്ചു വെച്ചു? ഒരുപക്ഷെ നീ
എന്നോട് ഈ യേശുവിനെ പറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ നിത്യയാതന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നോക്കൂ എസ്തേർ, നരകം ഇത്ര ഭീകരവും വേദനാജനകവുമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇവിടെ വാസം സാധ്യമല്ല, വേദനയാൽ ഞാൻ നീറിടുന്നു. പുച്ഛമാം ലോകം ഓർത്തു നിങ്ങൾ നിത്യമാം ക്ലേശം തേടിയിടല്ലേ. ഇവിടെ വാസം സാധ്യമല്ല, വേദനയാൽ ഞാൻ നീറിടുന്നു. പുച്ഛമാം ലോകം ഓർത്തു നിങ്ങൾ നിത്യമാം ക്ലേശം തേടിയിടല്ലേ. സ്വപ്നത്തിൽ നിന്നും അവൾ ഞെട്ടി ഉണർന്നു. കണ്ണിൽ ഇരുട്ട് വ്യാപരിക്കും പോലെ. എന്താണ് ഞാൻ ഈ കേട്ടത്? ഒരു വല്ലാത്ത ഭയം അവളെ അലട്ടി. എസ്തേർ ചുറ്റും നോക്കി. തന്റെ ഈ അവസ്ഥ ഓർത്ത് വിഷമത്തിലായിരിക്കുന്ന മാതാവും പിതാവും സഹപാഠിയുടെ വേർപാടിന്റെ ദുഃഖത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന സുഹൃത്തുക്കളെയും കണ്ട് അമ്പരപ്പോടെ അവൾ ചോദിച്ചു, ഗ്രീഷ്മ, എന്റെ ഗ്രീഷ്മ, അവൾ എവിടെ? ഒരു തവണയെങ്കിലും അവളെ ഒന്ന് കാണാൻ പറ്റുമോ? പ്ലീസ്, അവൾക്ക് എന്തു പറ്റി? അവളെ എനിക്ക് കാണണം. ചുറ്റും കൂടി നിന്നവർ പറയാതെ തന്നെ അവൾ സാവധാനം തിരിച്ചറിഞ്ഞു. തന്റെ പ്രിയ സ്നേഹിതയായ എന്നേക്കുമായി നഷ്ടമായിരിക്കുന്നു എന്ന്. ആ വേദനയേക്കാൾ ഉപരി എസ്തേറിനെ തളർത്തിയത് ആ ഗ്രീഷ്മയുടെ നിത്യതയ്ക്ക് തടസ്സമായി നിന്നത് താൻ മാത്രമാണെന്ന് ഗ്രീഷ്മയുടെ കുറ്റപ്പെടുത്തലായിരുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിച്ച താൻ ദൈവഹിതമല്ലാത്ത പാതകളിലൂടെ സഞ്ചരിച്ചിട്ടും ദൈവത്തിന്റെ മഹാകരുണയും തന്റെ മാതാവിന്റെ പ്രാർത്ഥനയും കണ്ണുനീരുമാണ് തന്നെ ജീവനോട് ശേഷിപ്പിച്ചതെന്ന് മനസ്സിലാക്കിയ എസ്തേർ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, പാപിയാണമ്മേ, കൊടും പാപിയാണമ്മേ ഞാൻ. ആരും അറിയില്ലല്ലോ എന്ന ചിന്തയാൽ ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തു പോയി അമ്മേ. എന്നോട് ക്ഷമിക്കൂ അമ്മേ. അവസരം കിട്ടിയിട്ടും സുവിശേഷം പങ്കുവയ്ക്കാതെ സർവ്വലോകത്തെക്കാളും വിലയേറിയ ഒരു ആത്മാവിനെ നഷ്ടമാക്കിയ കൊടും പാപിയാണമ്മേ ഞാൻ. തന്റെ മകളുടെ വേദനയോട് കൂടിയ വാക്കുകൾ കേട്ട് മനസ്സ് കലങ്ങിയ മാതാവ് സ്നേഹത്തോടെ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, എത്ര കടുംചുവപ്പായ പാവമാണെങ്കിലും ഹിമം പോലെ വെണ്മയാക്കുവാൻ കഴിവുള്ള ദൈവസന്നിധിയിൽ നീ ചെയ്ത പാപങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കൂ. ദൈവം നിന്നോട് ക്ഷമിച്ച് തീർച്ചയായും നിനക്ക് സമാധാനം നൽകും. അനുതാപ ഹൃദയത്തോടെ എസ്തേർ തന്റെ കരങ്ങൾ മാറോട് ചേർത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സ്വീകരിക്ക എന്നെ നീ, തള്ളിക്കളയല്ലേ ഈ ഏഴയെ. സ്വീകരിക്ക എന്നെ നീ, തള്ളിക്കളയല്ലേ ഈ ഏഴയെ. ലഭിച്ചിടും അവസരങ്ങൾ കീർത്തിച്ചിടും നിന്റെ നാമത്തെ. ലഭിച്ചിടും അവസരങ്ങൾ കീർത്തിച്ചിടും നിന്റെ നാമത്തെ. യേശുവേ, ഞാൻ സമർപ്പിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇനിയുള്ള കാലമെല്ലാം
കാലമെല്ലാം ജീവിച്ചിടും നിൻഹിതം പോൽ. പ്രിയ സ്നേഹിതരെ, നമ്മിൽ നിന്നും ലോകത്തിന്റെ വെളിച്ചവും രക്ഷകനുമായ യേശുവിനെ പറ്റി ഒരു വാക്കും കേൾക്കാതെ അനേകം പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്നും നമ്മുടെ സ്നേഹിതരായി, അയൽക്കാരായി, സഹപാഠികളായി അനേകം പേർ സത്യം തിരിച്ചറിയാനാകാതെ അന്ധകാരത്തിലായിരിക്കുന്നു. ദൈവവചനം ഇപ്രകാരം പറയുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? ഒരു നാൾ എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരും. നമ്മെ പോലെ തന്നെ നമ്മുടെ സ്നേഹിതരുടെ ആത്മാവിന് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം മുഖേന ഒരു വ്യക്തി സ്വർഗരാജ്യത്തിൽ അവകാശിയായി തീർന്നാൽ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും. നമ്മെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ വന്ന് അവസാന തുള്ളി ചോരയിൽ നൽകി നമ്മെ വീണ്ടെടുത്ത് ലോകരക്ഷകനായ യേശുവിന്റെ സ്നേഹം രുചിച്ചറിയാൻ നാം ഓരോരുത്തരിലൂടെയും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചെറിയ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു.